ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. തോളൂർ കരുവാൻപടി റോഡിലെ പാലത്തിന്റെ ഒരു ഭാഗം തകർന്ന തോടിലേക്ക് പതിച്ചു. ബുധനാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. അപകട സമയത്ത് പാലത്തിന് മുകളിൽ മറ്റു വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ ഇല്ലാത്തതിനാൽ വലിയൊരു ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. പാലം തകർന്നതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. തോളൂർ മെയിൻ റോഡിലെ പാലം പണി നടക്കുന്നതിനാൽ നിലവിൽ സമാന്തര പാതയായി ഉപയോഗിച്ചിരുന്ന കരുവാൻപടി ശേഖവൻകാവ് റോഡിലെ തോടിന് മുകളിലെ പാലമാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. പ്രധാന റോഡിലെ പണി കാരണം ചെറുതും വലുതുമായ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിവസേന ഈ സമാന്തര പാതയെ ആശ്രയിച്ചിരുന്നത്. ഇവിടുത്തെ പാലത്തിൽ പെട്ടെന്ന് വലിയ ഗർത്തം രൂപപ്പെടുകയും തുടർന്ന് ഒരു ഭാഗം തകർന്ന് താഴേക്ക് പതിക്കുകയുമായിരുന്നു. സമാന്തര പാലം കൂടി തകർന്നതോടെ പ്രദേശത്ത് കിലോമീറ്ററോളം നീളുന്ന വലിയ ഗതാഗതക്കുരുക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അപകടം സംഭവിച്ചിട്ടുള്ള ഈ പാലം താൽക്കാലികമായിട്ട് ഇവിടുത്തെ യാത്രക്കാർക്ക് ഉണ്ടാക്കി കൊടുത്തുള്ള സൗകര്യമാണ് ഈ പാലം. ഈ പാലാണ് ഇന്നിടിഞ്ഞത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനൊരു പാലത്തിന് സൗകര്യം ഉണ്ടാക്കാൻ കാരണം വലിയ പാലം മെയിൻ റോഡിൽ കൈപ്പറമ്പ് പറപ്പൂർ റോഡിൽ ഉണ്ടായിരുന്ന വലിയ പാലം പൊളിച്ച് പുതിയ പാലം പണിയാനായിട്ടുള്ള ടെൻഡർ വയ്ക്കലും അതിന്റെ പണികൾ ആരംഭിച്ചു. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് മുമ്പ് പണി തുടങ്ങി. 4-5 മാസം കഴിഞ്ഞിട്ടും പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല. വാഹനങ്ങളുടെ തിരക്ക് കൂടി, ലോഡിംഗ് വണ്ടികൾ വരാൻ തുടങ്ങി. ആ സമയത്ത് ചെറിയ പാലമായിട്ടുള്ള ഇത് ബലക്ഷയം മൂലം ഇടിയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. വലിയ അപകടം ഒഴിവായി. ഇന്നത്തെ ദിവസം സ്കൂൾ കുട്ടികളൊക്കെ ധാരാളം പോകുന്ന വഴിയാണ്, ലോഡിംഗ് വണ്ടികൾ പോലും പോകുന്ന വഴിയാണിത്. ഈ പാലം ഈ ഒരു അപകട സ്ഥിതിയിൽ ഇനി ഇതുകൂടെ ഒരു വണ്ടിയും കാൽനട യാത്രക്കാർക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് പാലം ഇപ്പോൾ പൊട്ടിയിട്ടുള്ളത്. ഇവിടുത്തെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. 4 മാസമായിട്ട് ബുദ്ധിമുട്ടിലാണ്. അതിൻ്റെ കൂടെ ഈ പ്രശ്നം അതിനേക്കാൾ ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ. അധികാരികളുടെ അനാസ്ഥയാണ്. 4 മാസം കൊണ്ട് പണി തീരേണ്ട പാലം ഇപ്പോഴും എഴഞ്ഞു പോണു. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇനി മെയിൻ സ്ലാബ് മാത്രമേ വർക്കാവുള്ളൂ. അത് ഒരു 2 ആഴ്ചയായിട്ട് ഒരു പണി അവിടെ നടക്കുന്നില്ല. ഇത് അന്വേഷിക്കാനില്ല. പഞ്ചായത്ത് അധികാരികൾ വേണ്ട പോലെ ഒന്നും ചെയ്യുന്നില്ല. MLA യാതൊരു കാര്യവും ചെയ്യുന്നില്ല. ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ. സംഭവസ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് അധികൃതർ വാഹനങ്ങൾ തിരിച്ചുവിടുന്നതിനും യാത്രക്കാർക്ക് മറ്റ് ബദൽ വഴികൾ ഒരുക്കുന്നതിനുമുള്ള അടിയന്തര ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുന്നതുവരെ ഇതുവഴിയുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മെയിൻ റോഡിലെ പണി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് തകർന്ന ഈ സമാന്തര പാലവും എത്രയും വേഗം പുതുക്കിപ്പണിയുവാൻ വനം പൊതുമരാമത്ത് വകുപ്പുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സമീപവാസികൾ ആവശ്യപ്പെട്ടു. You are watching VCV News.